ഹായ് ഓൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫെയ്റ്റ്ലെസ്നെസ് ബൈ ഇംറെ കേർട്ടസ്. ഇംറെ കേർട്ടസ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഹംഗേറിയൻ നോവലിസ്റ്റാണ്, റൈറ്ററാണ്. ഹോളോകോസ്റ്റ് എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെയാണ് അദ്ദേഹം എഴുതുന്നത്. നൊബേൽ പ്രൈസ് ലിറ്ററേച്ചർ കിട്ടുന്ന ആദ്യത്തെ ഹംഗേറിയൻ നോവലിസ്റ്റാണ് നമ്മുടെ റൈറ്റർ. ഓക്കെ, അദ്ദേഹത്തിന് 2002 കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു ഫെയ്റ്റ്ലെസ്നെസ് എന്നുള്ള ഈ ഒരു നോവലിനകത്ത് മെയിൻ പ്രൊട്ടഗോണിസ്റ്റ് ആയിട്ടുള്ള GYURI ഗ്യൂരി കോവ്സ് എന്ന് പറഞ്ഞ ഈ ടീനേജ് പ്രൊട്ടഗോണിസ്റ്റ് നമ്മുടെ റൈറ്റർ ആയിട്ടുള്ള ഇംറെ കേർട്ടസിൻ്റെ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ പതിപ്പാണ്. അതായത് അയാളുടേതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സൊക്കെയാണ് നമ്മുടെ പ്രൊട്ടഗോണിസ്റ്റിനും ഉള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി അല്ലെങ്കിൽ നോവൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോളോകോസ്റ്റ് എക്സ്പീരിയൻസിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ റൈറ്ററും ഇംറെ കേർട്ടസ് എന്ന് പറഞ്ഞ റൈറ്ററും അദ്ദേഹത്തിനും പേഴ്സണലി ഹോളോകോസ്റ്റ് എക്സ്പീരിയൻസസ് ഒരുപാടുണ്ട്. സോ അദ്ദേഹത്തിന് അപ്പോൾ ഇതൊരു ഓട്ടോബയോഗ്രഫിക്കൽ നോവലാണെന്ന് നമുക്ക് പറയാം. ഇതിനകത്ത് മെയിൻ പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇംറെ കേർട്ടസ് തന്നെയാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഏകദേശം സംഭവിച്ച കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ഈ ഒരു നോവലായിട്ട് എഴുതിയിരിക്കുന്നത്. 1975 ഈ ബുക്ക് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അത് എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യൂരി ഒരു ജൂ ആണ്, JEW ആണ്. സോ അദ്ദേഹത്തിൻ്റെ ഫാമിലിയൊക്കെ ഈ നാസി ക്യാമ്പിൽ എന്തൊക്കെയാണോ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഫേസ് ചെയ്തിട്ടുള്ളത് ആ കാര്യത്തിനെ കുറിച്ചാണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു 14 വയസ്സേ ഉള്ളൂ നമ്മുടെ ഗ്യൂരി ഒരു വളരെ ഒരു മോഡസ്റ്റ് ആയിട്ടുള്ള ലൈഫാണ് ലീഡ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്താണ് ഒരു അച്ഛനും ഒക്കെ ആയിട്ട് ബുഡാപെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്, അതായത് ഹംഗറിയിലുള്ള. ആൻഡ് അച്ഛനെ ലേബർ ക്യാമ്പിലോട്ട് കൊണ്ടുപോവുകയാണെന്ന് ഒരു അനൗൺസ്മെന്റ് കേട്ടപ്പോഴേ അച്ഛൻ എന്ത് ചെയ്തു, അച്ഛൻ്റെ ആ ഒരു ബിസിനസ്, സോമിൽ ബിസിനസ് ഒരു ഫ്രണ്ടിനെ, ഒരു അസിസ്റ്റന്റിനെ ഏൽപ്പിക്കുകയും ഈ ഫാമിലിയെയും ഈ അസിസ്റ്റന്റ് ആണ് നോക്കുന്നത്. ഓക്കെ, മിസ്റ്റർ സൂട്ടോ എന്നാണ് അസിസ്റ്റന്റിന്റെ പേര്, SUTO. അപ്പോൾ ഈ ജ്യൂ ആയതുകൊണ്ട് നമ്മുടെ നാസിക്കാർ എന്ത് ചെയ്യുകയാണ്, ഇവരെ തെരഞ്ഞു പിടിച്ച് കോൺസെൻട്രേഷൻ ക്യാമ്പിലും അതായത് വേറെ കുറേ ഫാക്ടറീസിലും ഒക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഇതും ഇല്ലാത്തൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും പിടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഗ്യൂരിയുടെ അച്ഛനെ ഇതുപോലെ പിടിച്ചുകൊണ്ട് പോകുന്നെന്ന് അറിഞ്ഞ ഉടനെ തന്നെ, അതായത് ലേബർ ക്യാമ്പിലോട്ട് കൊണ്ടുപോകുകയാണെന്ന് എല്ലാവരും അറിഞ്ഞു. അങ്ങനെ ഗ്യൂരിയുടെ സ്കൂൾ ടീച്ചർ എന്ത് ചെയ്യാണ്, ഗ്യൂരിയെ ആ ദിവസം സ്കൂളിൽ അതായത് ക്ലാസ്സിൽ നിന്ന് വിട്ടിട്ട് അച്ഛൻ്റെ കൂടെ പോയി ഷോപ്പിൽ അച്ഛൻ്റെ കൂടെ കുറച്ച് ഒരു ലാസ്റ്റ് ഡേ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി അനുവദിക്കുന്നതൊക്കെ ആയിട്ടുള്ളൊരു എപ്പിസോഡൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അത് നമുക്കത് കാണുമ്പോഴേ അറിയാം, അതായത് ഇത് ഇങ്ങനെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. അതായത് ഇതുപോലെ ജ്യൂസിനെ മാത്രമുള്ള ഏരിയാസിൽ നിന്ന് ആളുകൾ ഈ നാസിക്കാർ എന്ത് ചെയ്യും, ഇതുപോലെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊണ്ടുപോയി പിടിച്ചിടും അല്ലെങ്കിൽ ലേബർ ക്യാമ്പിൽ കൊണ്ടുപോയിട്ടിട്ട് ജോലി എടുപ്പിക്കും. അവർ കുറേ പേര് അവിടെ തന്നെ കിടന്ന് അസുഖം വന്നങ്ങ് മരിക്കും. ഇതാണ് നടക്കുന്നത്. ആൻഡ് അച്ഛൻ എന്ത് ചെയ്തു, അയാളുടെ ഷോപ്പിൻ്റെ കൺട്രോൾ അസിസ്റ്റൻ്റായ മിസ്റ്റർ സൂട്ടോയ്ക്ക് കൊടുത്തു. ആൻഡ് ആ സമയത്താണ് നമ്മുടെ ഗ്യൂരിക്ക് മനസ്സിലായത് അപ്പോൾ റിയലായിട്ട് അദ്ദേഹത്തിൻ്റെ ലൈഫിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങിയെന്ന്. 2 മാസത്തിന് ശേഷം ഗ്യൂരിയും ഫാമിലിക്കും ഒരു വീട് കിട്ടി. അതായത് അച്ഛൻ എന്ന് പറയുന്നത് സാധാരണ ജ്യൂയിഷ് ആളുകളെ പോലല്ല, ഇച്ചിരി കുറച്ചും കൂടി ഒരു റിച്ച് ആയിട്ടുള്ള സ്ഥലത്താണ് എത്തപ്പെട്ടിരിക്കുന്നതെന്നും ഒരു ഷെൽ ഗ്യാസ് പെട്രോളിയം റിഫൈനറിയിലാണ് അച്ഛൻ വർക്ക് ചെയ്യുന്നതെന്നും ഇവർ അറിഞ്ഞു. ആൻഡ് മീൻ വൈൽ മിസ്റ്റർ സൂട്ടോ ആണ് ഇവരുടെ ഫാമിലിയൊക്കെ ഇപ്പോൾ നോക്കുന്നത്. അവർക്ക് ഫുഡും റേഷനും എല്ലാം കൊണ്ടുവരുന്നത് സൂട്ടോ ആണ്. സൂട്ടോയുടെ അടുത്ത് അച്ഛൻ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്ന കാര്യങ്ങളെല്ലാം സൂട്ടോ അതുപോലെ തന്നെ എല്ലാം പ്രോമിസ് ചെയ്ത പോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടീഷൻസ് വളരെ വേഴ്സായി ജ്യൂസിൻ്റെ അതായത് ബുഡാപെസ്റ്റ് എന്നുള്ള റീജിയനിലെ ജ്യൂസിൻ്റെ കണ്ടീഷൻ ലൈഫും എല്ലാം വളരെ വേഴ്സായി. അങ്ങനെ ഗ്യൂരിയുടെ ഫാമിലി ഇതുപോലെ ഇങ്ങനെ ഹോപ്പ് ചെയ്തിരിക്കുവാണ് ഈ അലൈഡ് ഫോഴ്സസ്, അതായത് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ പോലുള്ള ഫോഴ്സസ് അവരെ ഈ നാസിക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുവാണ്, ലിബറേറ്റ് ചെയ്യുമെന്നും പറഞ്ഞ് ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ബസ്സിൽ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് പോലീസ് വെഹിക്കിൾ, ആ ഒരു ബസ്, അതായത് നമ്മുടെ ഗ്യൂരിയൊക്കെ ബസ്സിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് പോലീസുകാർ വന്ന് വെഹിക്കിൾ തടയുകയും പേപ്പേഴ്സ് ചോദിക്കുകയും ചെയ്തു. അതായത് ഈ ജ്യൂസിൻ്റെ കയ്യിലൊരു ലീഗൽ ഡോക്യുമെൻ്റ് പോലെ കാണും. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി പോലീസുകാർ വണ്ടി നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്യൂരി ജൂയിഷ് ആണെങ്കിൽ അയാൾക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, അതായത് അയാൾ ഈ സ്ഥലത്ത് ലീഗൽ റെസിഡൻ്റ് ആണ്. സോ അയാളെ ഇതുപോലെ അറസ്റ്റ് ചെയ്യത്തില്ല അല്ലെങ്കിൽ ലാബിൽ ഈ ഇതുപോലെയുള്ള ലേബർ ക്യാമ്പിലോട്ട് കൊണ്ടുപോകുകയില്ല എന്നും പറഞ്ഞു. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെയും കുറേ പേരെയും ബസ്സിൽ നിന്ന് പുറത്താക്കി, എന്നിട്ട് ബസ് അങ്ങ് പോവുകയും ചെയ്തു. അപ്പോൾ ഇവന് മനസ്സിലായി ജൂയിഷ് ആയിട്ടുള്ള ആളുകളെ മാത്രമാണ് തെരഞ്ഞു പിടിച്ച് വെളിയിലിറക്കിയിരിക്കുന്നതെന്ന്. ആൻഡ് ഇവരുടെ അടുത്ത് പറയുവാണ്,
ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അതായത് പേപ്പേഴ്സ് പിന്നെ ഒളിച്ചെങ്ങാണ് ബസ്സിനകത്തെങ്ങാണ് കയറിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഇവൻ പേപ്പേഴ്സൊക്കെ എടുത്ത് കാണിച്ചത് കൊണ്ട് ഇവൻ ജൂ ആണെന്ന് മനസ്സിലാക്കി ഇവനെയും കുറേ സ്കൂൾ പിള്ളേരെയും കൂടെ എന്ത് ചെയ്യാണ് റോഡിൽ ഇറക്കി നിർത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഇവന് മനസ്സിലായി ഇനിയിപ്പോൾ ഇവന് വീട്ടിലോട്ട് പോകാൻ സാധിക്കുകയില്ല എന്ന്, ഫുഡ് കഴിക്കാൻ വീട്ടിലോട്ട് പോകാൻ സാധിക്കുകയില്ല എന്ന് ഇവന് മനസ്സിലായി. അങ്ങനെ ഓഫീസർ പറയുവാണ്, ഇവർ കുറച്ച് പിള്ളേരെയും ഇവനെയും കൂടെ മാറ്റി നിർത്തിയേക്കുവാണ്. അപ്പോൾ ഓഫീസേഴ്സ് പറയുവാണ് ഇനി ഫർദർ ഓർഡറിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്, ഇവരെ എല്ലാവരും കൂടി കസ്റ്റംസ് ഹൗസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ട് മാറ്റാൻ പോവുകയാണെന്ന്. ആഫ്റ്റർനൂൺ ആയപ്പോഴത്തേക്കും എന്താണ് അവർക്ക് മനസ്സിലായി ഈ പേപ്പേഴ്സ് മാത്രം പോരാ, ഹയർ അതോറിറ്റിയുടെ പേപ്പേഴ്സും കൂടി വേണം എന്ന്. അതായത് ഈ പേപ്പേഴ്സ് എല്ലാം കൂടി ഒരു ഹയർ അതോറിറ്റിക്കും കൂടി സബ്മിറ്റ് ചെയ്യണം. അതായത് ഈ കയ്യിലിരിക്കുന്ന പേപ്പേഴ്സ് മാത്രം പോരാ അവരെ ലീഗലി അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി. സോ ആൻഡ് എന്ത് ചെയ്തു, ഇവർ സ്ട്രീറ്റ്സിലെല്ലാം ഇങ്ങനെ നടക്കുവാണ്, അതായത് റോഡിലെല്ലാം ഇവരെയും കൊണ്ട് ഇങ്ങനെ നടക്കുവാണ് പോലീസ് ഓഫീസേഴ്സ്. ഓക്കെ, അപ്പോൾ ഗ്യൂരി ഇങ്ങനെ ഓവർഹിയർ ചെയ്തു. അതായത് കുറച്ച് പോലീസ് ഓഫീസേഴ്സ് പറയുവാണ് ഇവർ മറ്റേ കുതിര കിട്ടുന്ന സ്റ്റേബിൾ ഉണ്ടല്ലോ അവിടെ എങ്ങാനും അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ ബിലോങ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നത് കേട്ടു. അപ്പോൾ അപ്പോഴാണ് ഗ്യൂരിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സീരിയസ്നെസ് മനസ്സിലായത്. അതായത് ഇനി എന്തായാലും ഒരിക്കലും എനിക്ക് എൻ്റെ വീട് കാണാൻ സാധിക്കുകയില്ല. ഇനി അടുത്തൊരു നെക്സ്റ്റ് ചാപ്റ്റർ തുടങ്ങുവാണ്. ഗ്യൂരി ഒരു ക്രൗഡഡ് ട്രെയിനിൽ നിൽക്കുവാണ്, വളരെയധികം ദാഹിച്ചുകൊണ്ട്. അപ്പോൾ ബോയ്സ് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുകയാണ്, പിന്നെ കൂടെയുള്ള ബോയ്സ് എല്ലാം ഇങ്ങനെ ഡിസ്കസ് ചെയ്യുകയാണ്, വെള്ളമില്ലാതെ ഇനി പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലെന്നും ഡീഹൈഡ്രേഷൻ വന്ന് മരിച്ചു പോകുമെന്നും ഒക്കെ ഇങ്ങനെ പറയുവാണ്. അതായത് ഡീഹൈഡ്രേഷൻ വരാതെ എങ്ങനെ സർവൈവ് ചെയ്യാം, അതായത് പിന്നെന്താണ് വിയർക്കാതെ എങ്ങനെ നിൽക്കാം, അതായത് മീറ്റ് കഴിക്കാതിരുന്നാൽ ഡീഹൈഡ്രേഷൻ വരത്തില്ല എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവൻ്റെ കൂടെയുള്ള പിള്ളേർ. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഫ്ലാഷ് ബാക്ക് ടെക്നിക്കാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതായത് അറ്റ് പ്രസന്റ് കാണിക്കും, പിന്നീട് പഴയ കാര്യങ്ങൾ കാണിക്കും, പിന്നീട് പുതിയ കാര്യങ്ങൾ കാണിക്കും, അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈ ഒരു പോയിന്റിൽ ഗ്യൂരിയും പിള്ളേരും ട്രെയിനിൽ നിൽക്കുന്നതും, അതായത് ലേബർ ക്യാമ്പിൽ ഇവരെന്താണ് ജോലി ചെയ്യുന്നതെന്നും അവർ ഓൾറെഡി ജോലിക്കകത്തായെന്നും ക്യാമ്പിനകത്തായെന്നും കഷ്ടപ്പെട്ട് നിൽക്കുകയാണെന്നുള്ള എപ്പിസോഡാണ് ഇത് കാണിക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് കുറേ കഴിഞ്ഞിട്ട് എന്താണ് ഗ്യൂരിക്ക് മനസ്സിലായി നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഈ ക്യാമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്നും. എന്നിട്ട് പിന്നെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഗ്യൂരി ഡെസ്റ്റിനേഷനിൽ എത്തുകയാണ്, നമ്മുടെ ട്രെയിനിൽ കയറി ഡെസ്റ്റിനേഷൻ ആ ലേബർ ക്യാമ്പിൽ എത്തുകയാണ്. ഗ്രൂരി നോക്കിയപ്പോൾ ആ സൈൻ ബോർഡ്, ക്യാമ്പിൻ്റെ പേരെന്ന് പറയുന്നത് ഓഷ്വിറ്റ്സ് എന്നാണ്, AUSCHWITZ. അപ്പോൾ ബോയ്സിനെ എല്ലാം 2 ഗ്രൂപ്പായിട്ട് സെപ്പറേറ്റ് ചെയ്തു, ഫിറ്റ് എന്നും അൺഫിറ്റ് എന്നും പറഞ്ഞ്. അപ്പോൾ ഗ്യൂരി എന്ന് പറയുന്നത് ഫിറ്റ് ആയതുകൊണ്ട്, അതായത് മനഃപൂർവ്വം അവൻ ഫിറ്റ് ആവാൻ വേണ്ടി ചെസ്റ്റ് കുറച്ചും കൂടി ചെക്ക് ചെയ്തപ്പോൾ, മെഷർമെൻറ്റ് എടുത്തപ്പോൾ കുറച്ചുകൂടി പഫ്ഡ് ഔട്ട് ആയിട്ട്, അതായത് ശ്വാസം കുറച്ചും കൂടി പുറത്തോട്ട് തള്ളി ചെസ്റ്റ് കുറച്ചുകൂടെ വിരിച്ച് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇൻസ്പെക്ഷനിൽ ഇവൻ ഫിറ്റ് ആണെന്ന് പറഞ്ഞു. ആൻഡ് അത് മാത്രമല്ല ഇവൻ്റെ വയസ്സ് ഇവൻ കൂട്ടി പറഞ്ഞു, 16 വയസ്സുണ്ടെന്നും കൂടി പറഞ്ഞു. അതായത് ഇവനെ ഫിറ്റ് ക്യാമ്പിലോട്ട് ആക്കാൻ വേണ്ടിയാണ്. മറ്റേ അൺഫിറ്റ് ക്യാമ്പ് എന്ന് പറയുമ്പം പിന്നെയും കിടന്ന് നമ്മളെന്താണ് കൂടുതൽ പണിയെടുക്കുകയും വേണം, നമ്മൾ അവിടെ കിടന്ന് ചാവുകയും ചെയ്യുമെന്ന് ഇവന് മനസ്സിലായി. അങ്ങനെ അവൻ്റെ പ്ലാൻ വർക്കായിട്ട് അവൻ ആ ഫിറ്റ് കാറ്റഗറിയിൽ പെട്ടു. അവന് ആകെ 14 ഏജേ ഉള്ളെങ്കിലും അവൻ 16 ഇയേഴ്സ് ഓൾഡ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഈ ഫിറ്റ് കാറ്റഗറിയിലോട്ട് കയറിയത്. ഡേ ബൈ ഡേ ഗ്യൂരി എന്ത് ചെയ്യാണ്, അഡാപ്റ്റ് ചെയ്യാണ് പതുക്കെ ഈ ഒരു ക്യാമ്പിൽ. കുഞ്ഞു ട്രിക്സ് എല്ലാം അവൻ പഠിച്ചെടുത്തു. അതായത് ഇവൻ സ്ട്രോങ് ആയിട്ടിരുന്നാൽ മാത്രമേ ഈ ഒരു ഫിറ്റ് ക്യാമ്പിൽ അവൻ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സൂപ്പിന് വേണ്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ കുറച്ച് സൂപ്പ് കുടിച്ചിട്ട് ബാക്കി എന്ത് ചെയ്യും, ഇവൻ ഇങ്ങനെ സേവ് ചെയ്ത് വെക്കും. അത് മാത്രമല്ല ബ്രെഡ് തന്നെ കുറച്ച് കഴിച്ചിട്ട് ബാക്കി രാവിലത്തേക്ക് വീണ്ടും എടുത്ത് സേവ് ചെയ്ത് വെക്കും. എന്നാൽ മാത്രമേ ഇവന് നല്ല രീതിയിൽ പണിയെടുക്കാൻ സാധിക്കുകയുള്ളൂ, അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് ഇരിക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇവൻ ഇങ്ങനെ ബ്രെഡ് കഴിക്കാൻ നേരത്ത് ഇതുപോലെ ക്രിമറ്റോറിയത്തിൽ നിന്നുള്ള സ്മെല്ല് വരാൻ തുടങ്ങി. അതായത് ഈ നാസീസ്, ഈ ചാവുന്നവരെയൊക്കെ എല്ലാം കൂടി ചേർത്ത് ഈ പട്ടിണി കിടന്ന് മരിക്കുന്നവരെ, അല്ലാതെ ഈ അസുഖം വന്ന് മരിക്കുന്നവരെയും ജോലി എടുത്ത് കുഴഞ്ഞു വീണ് മരിക്കുന്നവരെല്ലാം ഇവരൊരു കൂട്ടിയിട്ടാണ് കത്തിക്കുന്നത്. അപ്പം ആ ക്രിമറ്റോറിയത്തിൻ്റെ സ്മെല്ല് ഇങ്ങനെ വരുന്ന കാര്യമൊക്കെ ഗ്യൂരി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഗ്യൂരി ആലോചിക്കുവാണ്, ഞാനിപ്പോൾ ഇതുപോലെ സർവൈവൽ നിർത്തിക്കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഞാനും സ്ട്രോങ് അല്ലെങ്കിൽ എനിക്കും ഇതേ ഫേറ്റ് തന്നെയാണ് വരാൻ പോകുന്നതെന്ന്. ലേറ്റർ ഓൺ ഗ്യൂരി എന്താണ് റീലൊക്കേറ്റ് ചെയ്യുകയാണ് വേറൊരു ക്യാമ്പിലോട്ട്, അതായത് ബൂഷൻ വോൾഡ് എന്ന് പറഞ്ഞൊരു ക്യാമ്പിലോട്ട് റീലൊക്കേറ്റ് ചെയ്യുന്നു. അതിനുശേഷം വേറൊരു ക്യാമ്പിലോട്ട് മാറ്റുകയാണ്, അതായത് ZEITZ സീഡ്സ് എന്നുള്ളൊരു ക്യാമ്പിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഗ്യൂരി അവിടെ വെച്ചിട്ട് മനസ്സിലായി എന്തൊക്കെ ചെയ്താലും എന്താണ് ബോഡി നല്ല രീതിയിൽ വീക്കായി തുടങ്ങി. അതുപോലെ തന്നെ ഒരു കോൺക്രീറ്റ് ബാഗ് പോലും പൊക്കാൻ വേണ്ടി ഇവന് വലിയ രീതിയിലുള്ള എഫേർട്ട് എടുക്കേണ്ടി വരുവാണ്. അപ്പോൾ ഓരോ സ്റ്റെപ്പും എടുക്കുമ്പോഴും ഇവന് അതിൻ്റേതായിട്ടുള്ള വലിയ പെയിൻ ഇങ്ങനെ ഫേസ് ചെയ്യേണ്ടി വരുവാണ്. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ ഫെല്ലോ പ്രിസണേഴ്സ് ഇവന് ഒരു കാര്യം മനസ്സിലായി, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവനെ ഒന്ന് പൊക്കി എടുത്തുകൊണ്ട് നടക്കാൻ തന്നെ ഇവൻ്റെ ബാക്കിയുള്ള കൂടെയുള്ള പ്രിസണേഴ്സിന് ഹെൽപ്പ് വേണ്ടി വന്നു. ഓക്കെ, ആൻഡ് ദെൻ ഇയാളുടെ മുട്ടിൽ, അതായത് ഈ റെഡ് കളറിലുള്ള ബോയിൽസ് വരാൻ തുടങ്ങി.
ആൻഡ് ദെൻ ഡോക്ടറിനെ കാണാൻ ഇവൻ റെഫ്യൂസ് ചെയ്തു. അങ്ങനെ ഗ്യൂരി എന്ത് ചെയ്യുവാണ്, ഹോസ്പിറ്റലിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്തു. അവിടെ വെച്ച് ഗ്യൂരി ഒരു ഹൈ ലെവൽ ഓഫ് ഹ്യൂമൻ സഫറിംഗ് ആണ് കണ്ടത്. അതായത് ഹിസ് ഫെല്ലോ പേഷ്യൻസ് എന്ന് പറയുന്നത് എല്ലാ അസുഖങ്ങളും ഇവൻ്റെ കൂടെയുള്ള പേഷ്യൻസിനുണ്ട്. ഇവൻ്റെ മുട്ടിലാണ് കുറച്ച് പ്രശ്നം വന്നതെങ്കിൽ ഇവൻ്റെ കൂടെ വന്ന ഫെല്ലോ പേഷ്യൻസിനെല്ലാം അല്ലെങ്കിൽ ഫെല്ലോ പ്രിസണേഴ്സിനെല്ലാം വളരെ വലിയ രീതിയിലുള്ള അസുഖങ്ങളാണുള്ളത്. അവരെല്ലാം ഭയങ്കര പെയിനിൽ ഇങ്ങനെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. ആൻഡ് അവർക്ക് ചില ആളുകൾക്ക് ഈ മുട്ട് തന്നെ അറുത്ത് കളയേണ്ടി വന്നിട്ടുണ്ട്. അതായത് കോൾഡ് വെതർ ആയതുകൊണ്ട് കാല് ചിലപ്പോൾ കയറി സ്റ്റിഫായിട്ട് ബ്ലഡിൻ്റെ ഓട്ടം നിൽക്കുമ്പം അത് വെട്ടിക്കളയേണ്ടി വന്നിട്ടുണ്ട് കൂടെയുള്ള ആളുകളുടെ. അപ്പോൾ എൻറ്റയർ യൂണിറ്റ് എന്ന് പറയുന്നത് പെയിനും ഇതുപോലെ തന്നെ ഈച്ചയും എല്ലാം ആയിട്ട് ഇൻഫെസ്റ്റഡ് ആയിട്ട് ഇരിക്കുവാണ്. അപ്പോൾ ഗ്യൂരിയുടെ വൂണ്ടിൽ, അതായത് മുറിവിൻ്റെ ചുറ്റിനും എല്ലാം ഇങ്ങനെ ഈച്ചയൊക്കെ പറ്റി ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ കുറേ പേര് ഇൻഫെക്ഷൻ വന്ന് മരിക്കുവാണ്. വൺസ് ഇറ്റ് ഇസ് ക്ലിയർ ടു ദ ഡോക്ടേഴ്സ്, അതായത് ഗ്യൂരി വളരെയധികം, അതായത് ഒട്ടും ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് ഡോക്ടേഴ്സിനും ഗാർഡ്സിനും മനസ്സിലായപ്പോൾ അവനെ എന്ത് ചെയ്തു, ഭൂഷൺ വോൾഡ് എന്നുള്ള ക്യാമ്പിലോട്ട് പിന്നെയും മാറ്റി അവനെ അവിടെ കൊല്ലാൻ വേണ്ടി ഇവർ പ്ലാൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സഫറിങ് ഒരു പോയിന്റിലെത്തിയപ്പോൾ തന്നെ ഗ്യൂരിക്ക് ബോഡിയും മൈൻഡും തമ്മിലുള്ളൊരു ഒരു സെപ്പറേഷൻ ഫീൽ ചെയ്തു. അതായത് മൈൻഡിൽ അങ്ങോട്ട് നല്ല രീതിയിൽ പെയിനൊന്നും എടുക്കാൻ വയ്യാതെ ഒരു വല്ലാത്തൊരു ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലോട്ട് ഇവനങ്ങ് മാറി. ആൻഡ് ഡെത്തും ഇയാൾ വിചാരിക്കുവാണ്, ഡെത്ത് എന്ന് പറയുന്നതും ഇത്രയും പെയിൻഫുൾ ആകല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ് നമ്മുടെ ഗ്യൂരി. അങ്ങനെ ഇവനെ ഭൂഷൺ വോൾഡ് എന്നുള്ള BUCHENWALD ഭൂഷൺ വോൾഡ് എന്നുള്ള ക്യാമ്പിൽ കൊണ്ടുവരികയും ഒരു ഹോപ്പോട് അവന് ചെറിയൊരു ഹോപ്പ് കിട്ടി. ഈ ഒരു ബ്യൂട്ടിഫുൾ കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്നാണ് ഇവൻ വിളിക്കുന്നത്. പക്ഷെ അവൻ അവിടെ കൂടുതൽ നേരം നിൽക്കാൻ സാധിച്ചില്ല. അപ്പം പുതിയ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. അതെന്ന് പറയുന്നത് വളരെ ഹെല്ലിഷ് ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലാണ്. ആൻഡ് അവിടെ വെച്ച് പക്ഷേ ഗ്യൂരി കുറച്ച് കൈൻഡ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ഇവനെ ട്രീറ്റ് ചെയ്തു. ആൻഡ് കുറച്ച് അതുപോലെ തന്നെ ഇവന് കുറേ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ഇവൻ്റെ പുറത്ത് ടോർച്ചറൊക്കെ ചെയ്തു. ഫോർച്ചുനേറ്റ്ലി എന്ത് ചെയ്യാണ്, കുറച്ച് കഴിഞ്ഞപ്പോൾ ഗ്യൂരിയുടെ മുട്ടിൻ്റെ പ്രശ്നമൊക്കെ മാറി. ആൻഡ് ക്യാമ്പ് അലൈഡ് ഫോഴ്സസ് വന്ന് ലിബറേറ്റഡ് ആക്കി. അതായത് എന്നിട്ട് ഗ്യൂരിയെ, അതായത് നാസി ക്യാമ്പെല്ലാം പിരിച്ചു വിട്ടു. കുറേ ആളുകൾ വന്ന് ഇവരെ രക്ഷപ്പെടുത്തി ലിബറേറ്റ് ചെയ്തിട്ട് ഗ്യൂരി അങ്ങനെ ഫ്രീ ആയി മാറി. അങ്ങനെ ഇവനിപ്പം ഹംഗറിയിൽ നിൽക്കുവാണ്. ഗ്യൂരി ഈസ് ട്രീറ്റഡ് നോട്ട് ആസ് എ ഹീറോ നോർ ഇവൻ എ സർവൈവർ. പക്ഷേ ഒരു ക്യൂരിയോസിറ്റി പോലെ ആളുകൾ ഇങ്ങനെ ഗ്യൂരിയെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ആൻഡ് ജേർണലിസ്റ്റും ബാക്കിയുള്ള ആളുകളും എല്ലാം ക്യാമ്പിൽ എങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിച്ചു. അവൻ എന്തൊക്കെ ഫേസ് ചെയ്തു എന്നൊക്കെ ചോദിച്ചു. ആൻഡ് അതൊന്നും കേട്ടിട്ടൊന്നും പക്ഷേ ഇവർക്കാർക്കും വലിയ രീതിയിലുള്ള ഇംപ്രഷൻസ് ഒന്നും തോന്നിയില്ല. അതായത് വലിയ രീതിയിലുള്ള സർപ്രൈസും എക്സൈറ്റ്മെൻറ്റും ഒന്നും തോന്നിയില്ല. ഗ്യൂരി എന്ത് ചെയ്യുവാണ്, ഇദ്ദേഹത്തിൻ്റെ ഗ്യൂരിയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, ബണ്ടി സിട്രോം എന്ന് പറഞ്ഞ്. അപ്പം അവനെ കുറിച്ചൊക്കെ തിരക്കാനൊക്കെ പോയി ക്യാമ്പിൽ. പക്ഷെ അവിടെ അങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്ന് പോലും ആളുകൾക്ക് ആർക്കും അറിയത്തില്ല. ഓക്കെ, അതായത് അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരാളാണ് ബണ്ടി സിട്രോം. ആൻഡ് ദെൻ ആഫ്റ്റർ എ ഇയർ ഇൻ കോൺസെൻട്രേഷൻ ക്യാമ്പ്സ് ഗ്യൂരി എന്ത് ചെയ്യുവാണ്, ഗ്യൂരിക്ക് ആ ഒരു എന്തൊക്കെയാണ് ഫേസ് ചെയ്തെന്നുള്ള കാര്യങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഗ്യൂരി ഒരു വല്ലാത്തൊരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോവുകയും ഒരു ഞാനൊരു നല്ല പ്രിസണർ ആയിരുന്നു, ഞാൻ നല്ല രീതിയിലാണ് സർവൈവ് ചെയ്തത് എന്നൊക്കെയുള്ള രീതിയിലുള്ള തോട്ട്സ് ഒക്കെ വരാൻ തുടങ്ങി. ആൻഡ് ഈ ഒരു സമയത്താണ് ഫേറ്റ്ലെസ്നെസ്സിൻ്റെ ഈ ഒരു ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ് വരുന്നത്. അതായത് ഗ്യൂരിയെയാണ് ഇവിടെ ഫേറ്റ്ലെസ് എന്ന് വിളിക്കുന്നത്. അതായത് ഫേറ്റ്ലെസ്, ഒരു രീതിയിലുള്ള ഒരു ലക്ക് ഫാക്ടറും ഇല്ലാതെ ഒരു എങ്ങനെയോ ജീവിച്ച് എങ്ങനെയോ ഇങ്ങനെ സർവൈവ് ചെയ്ത ഒരു മനുഷ്യൻ, അതാണ് ഇവിടെ ഫേറ്റ്ലെസ് എന്ന് പറയുന്നത്. ദെൻ ഗ്യൂരി എന്ന് പറയുന്നത് ഇപ്പം കോൺസെൻട്രേഷൻ ക്യാമ്പിലെല്ലാം ജീവിച്ചിട്ട് ഇവൻ സർവൈവ് ചെയ്തിട്ടാണ് തിരിച്ചു വന്നത്. തിരിച്ചു വന്നപ്പോൾ ഇവന് കിട്ടിയ സ്വീകരണം എന്നൊക്കെ പറയുന്നത് ഒരു വല്ലാത്ത രീതിയിലുള്ള സ്വീകരണമൊക്കെ ആയിരുന്നു. ആളുകൾ ഒരുമാതിരി ക്യൂരിയസ് ആയിട്ടാണ് നോക്കിയത്. അതായത് വലിയ ഒരു ഹീറോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഹീറോ സർവൈവർ ആയിട്ടോ അല്ലെങ്കിൽ ഒന്നും അല്ല കാണുന്നത്. അവൻ എന്തോ ഒരു ഫെയിൽ ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ്, അതായത് ജീവനോടെ തിരിച്ചു വന്നോ എന്നുള്ള രീതിയിലാണ് ഇവരെല്ലാം കണ്ടത്. അൾട്ടിമേറ്റ്ലി ഇയാൾ സർവൈവ് ചെയ്യുകയാണ് ബിക്കോസ് എന്തുകൊണ്ടാണ്, ഇയാളുടെ ഒരു ഒറ്റ വില്ലോട് കൂടിയാണ് ഇയാൾ സർവൈവ് ചെയ്യുന്നത്, അല്ലേ. ഫെയ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ഹിസ് ഹാൻഡ്സ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല ഫെയ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ബുക്കിനകത്ത് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇവൻ ഫെയ്റ്റ്ലെസ് ആണ്. ഫെയ്റ്റ്ലെസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ജീവിച്ചു, അവൻ ഈ ഒരു സർവൈവൽ ക്യാമ്പിലൊക്കെ സർവൈവ് ചെയ്ത് കഴിഞ്ഞു.
സർവൈവ് ചെയ്ത് കഴിഞ്ഞ ഒരാളാണ്. പക്ഷേ എന്നാൽ പോലും ഇവൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള ഒരു വെൽക്കം അല്ല ഇവൻ്റെ നാട്ടിൽ നിന്ന് കിട്ടിയത്. ഓക്കെ, അതായത് അവൻ പറഞ്ഞ കാര്യങ്ങളും അവൻ അനുഭവിച്ച കാര്യങ്ങളും കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അനുഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പോലും ഇവർക്കാർക്കും യാതൊരു വിധത്തിലുള്ളൊരു സർപ്രൈസോ, അതായത് ഇപ്പം മീഡിയ ആണെങ്കിൽ പോലും കൂടുതൽ ഫോക്കസ് ഒന്നും കൊടുത്തില്ല. ഒരാൾ വന്നു, അവരിങ്ങനെ വളരെ ആശ്ചര്യത്തോടു കൂടി നോക്കി അയാളെ അങ്ങ് വിട്ടു. അപ്പം അയാൾ ജീവിച്ചിരുന്നെങ്കിൽ പോലും അല്ലെങ്കിൽ സർവൈവ് ചെയ്തിട്ട് പോലും അയാൾക്ക് ആ ഒരു രക്ഷപ്പെട്ട് വന്ന ഒരു മനുഷ്യനാണ് എന്നുള്ളൊരു കൈൻഡ് ഓഫ് ആരും ഒരു വെൽക്കം കൊടുത്തില്ല. ഓക്കെ, പിന്നെ ഇതിനകത്ത് പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യെല്ലോ സ്റ്റാറിൻ്റെ കാര്യം പറയുന്നുണ്ട്. യെല്ലോ സ്റ്റാർ എന്ന് പറയുന്നത് ജ്യൂഷ്, അതായത് ഈ ജ്യൂസ് വേറെ ചെയ്യുന്നൊരു സ്റ്റാറാണ് യെല്ലോ സ്റ്റാർ എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഗ്യൂരിയുടെ അച്ഛന് ടിമ്പർ ബിസിനസ് ആയിരുന്നു കേട്ടോ, ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. പിന്നെ ഒരു ആൻമേരിയുടെ കാര്യം പറയുന്നുണ്ട്. ആൻമേരി എന്ന് പറയുന്നത് നമ്മുടെ ഗ്യൂരിയുടെ അപ്പാർട്ട്മെൻറ്റിൽ പണ്ട് താമസിച്ചിരുന്നൊരു വ്യക്തിയാണ് ആൻമേരി എന്ന് പറയുന്നൊരു ജൂയിഷ് ഗേൾ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ബണ്ടി സിട്രോം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഗ്യൂരിയുടെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്. പിന്നെ ഗ്യൂരിക്ക് എങ്ങനെയാണ് ഫ്രീഡം കിട്ടിയത്? അത് US ആർമി വന്ന് ലിബറേറ്റ് ചെയ്തു ആ ക്യാമ്പ്, അങ്ങനെയാണ് ഇവർക്ക് ഫ്രീഡം കിട്ടിയത്. പിന്നെ എന്തുകൊണ്ടാണ് ഒരുപാട് പേരുടെ കാല് നഷ്ടപ്പെട്ടത്? കോൾഡ് വെതർ ആയതുകൊണ്ടാണ് കാല് നഷ്ടപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ദെൻ എങ്ങനെയാണ് ഗ്യൂരി അഡാപ്റ്റ് ചെയ്തത്? അയാൾ ബ്രെഡും പാലും, അതായത് ബ്രെഡും വെള്ളവും എല്ലാം ഇയാൾ എന്ത് ചെയ്ത് വെച്ചു, സേവ് ചെയ്ത് വെച്ചിട്ടാണ് ഇയാൾ, ആ ഒരു ട്രിക്ക് വെച്ചിട്ടാണ് ഇയാൾ ജീവിച്ചത്. ഇയാൾക്ക് മനസ്സിലായി സേവ് ചെയ്ത് വെച്ചാൽ മാത്രമേ അടുത്ത ദിവസത്തേക്കുള്ള ഫുഡിനും അയാൾ അടുത്ത ദിവസത്തേക്ക് ഇയാൾക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കാനും പറ്റത്തുള്ളൂ. ഓക്കെ, പിന്നെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുവാണെങ്കിൽ ടീനേജ് പ്രൊട്ടഗോണിസ്റ്റാണ് നമ്മുടെ ഗ്യൂരി എന്ന് പറയുന്നത്. വിക്റ്റിമാണ്, നമ്മുടെ നാസി ക്യാമ്പിൽ വിക്റ്റിമാണ്. ജ്യൂ ആയതുകൊണ്ട് ഇയാൾക്ക് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഫോഴ്സ്ഡ് ആയിട്ട് നിൽക്കേണ്ടി വന്നു. അച്ഛനെ നഷ്ടപ്പെട്ടു, ഫാമിലിയെ നഷ്ടപ്പെട്ടു, ലൈഫ് നഷ്ടപ്പെട്ടു. അതായത് ഒരു ബസ്സിൽ നിന്ന് ഇയാളെ പിടിച്ചിട്ടാണ് ഒരു ഓൾഡ് ബ്രിക്ക് ഫാക്ടറിയിലോട്ട് കൊണ്ടുപോകുന്നത്. വാലിഡ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിട്ട് പോലും, ട്രാവൽ പെർമിറ്റൊക്കെ ഉണ്ടായിട്ട് പോലും ഇയാളെ കോൺസെൻട്രേഷൻ ക്യാമ്പിലോട്ടൊക്കെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഇയാളുടെ ടൈറ്റിൽ, നമ്മുടെ നോവലിൻ്റെ ടൈറ്റിൽ പോലെ തന്നെ ഗ്യൂരിയും ഫേറ്റ്ലെസ് ആണ്, അതായത് എ ബോയ് വിത്തൗട്ട് എനി ഡെസ്റ്റിനി എന്നാണ് പറയുന്നത്. പിന്നെ അതായത് ഒരു പപ്പറ്റിനെ പോലെ എവിടെയൊക്കെയാണോ കൊണ്ടിട്ടത് അവിടെല്ലാം അവൻ ജീവിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ അവൻ്റേതായിട്ടുള്ള രീതിയിൽ അവനൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അവൻ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അവൻ തോറ്റുപോയാണ്. അതായത് അവൻ ഫുഡും വെള്ളവും എല്ലാം സേവ് ചെയ്ത് വെച്ചെങ്കിലും അവൻ എന്ത് ചെയ്യാൻ പറ്റിയില്ല. അവന് ഫേറ്റ് അതിനെ അനുവദിച്ചില്ല. അവൻ തളർന്നു പോവുകയാണ് ചെയ്തത്. എവിടെയാണോ കൊണ്ടിട്ടത് അവിടെ എങ്ങനെയൊക്കെയൊക്കെ പോയി സർവൈവ് ചെയ്തു, അത്രേ ഉള്ളൂ. ആ ഒരു ഹെൽപ്ലെസ്നെസ്സും ഇഗ്നോറൻസും എല്ലാം ഇതിനകത്ത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കമ്പയർ ചെയ്യാം. നമ്മുടെ ഫ്രാൻസ് കാഫ്കയുടെ ദ കാസിൽ എന്ന് പറഞ്ഞൊരു നോവലുണ്ട്. അതിനകത്ത് കെ എന്ന് പറഞ്ഞൊരു പ്രൊട്ടഗോണിസ്റ്റാണുള്ളത്. കെയ്ക്കും ഇതേപോലെ തന്നെയാണ്, ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ളൊരു പ്രൊട്ടഗോണിസ്റ്റാണ്. രണ്ടുപേരും ശരിക്കും പറഞ്ഞാൽ വളരെ ബ്രൂട്ടലായിട്ടുള്ള ഒരു ഗവൺമെൻറ് സിസ്റ്റത്തിൻ്റെ വിക്റ്റിമായി മാറുകയാണ്. ഇപ്പോൾ ഗ്യൂരി എന്ന് പറയുന്നത് ക്വിക്ലി അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്, ക്യാമ്പ് ലൈഫൊക്കെ ബേസിക് ലെസൺസ് ഒക്കെ പഠിക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് എന്താണ്, വയ്യാതായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും പിന്നീട് US ആർമി വന്ന് ഇയാളെ രക്ഷപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഓക്കെ, അപ്പം കാഫ്കയുമായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, കാഫ്കയുടെ ഈ ഒരു ക്യാരക്ടറുമായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പം ഇത്രയാണ് ഈ ഒരു നോവലിനകത്ത് വരുന്നത്. എങ്ങനെയാണ് ഒരു ജ്യൂ എന്ന് പറയുന്നൊരു വ്യക്തി, ജ്യൂ എന്ന് പറഞ്ഞ ഒരാൾ, ഈ നമ്മുടെ ഗ്യൂരി ജ്യൂ ആയതുകൊണ്ട് എന്തൊക്കെ അനുഭവിച്ചു, അയാളുടെ ലൈഫ് പോയി എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു നോവലിനകത്ത് പറഞ്ഞു പോകുന്നത്. അതുപോലെ തന്നെ ഹോളോകാസ്റ്റിൻ്റെ ഹൊറേഴ്സൊക്കെ ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. എവിടെയാണോ മരിക്കുന്നത് അവിടെ കൂട്ടിയിട്ടങ്ങ് കത്തിക്കുകയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് മോഡ് ഓഫ് നറേഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ പിന്നെ സെൻറ്റിമെൻ്റൽ ആയിട്ടുള്ളൊരു അപ്രോച്ച് ഒന്നും അല്ല ഈ ഒരു നോവലിനകത്ത് പറഞ്ഞു പോകുന്നത്. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലാഷ് ബാക്ക് ടെക്നിക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വളരെ എക്സ്പ്രസീവ് ആയിട്ടുള്ള ലാംഗ്വേജ് ഒന്നും അല്ല യൂസ് ചെയ്യുന്നത്. ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നതും അങ്ങനെ എക്സ്പ്രസീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒന്നും അല്ല. ഓക്കെ, അപ്പോൾ അതെന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഇയാൾ അനുഭവിച്ചത് വളരെ ക്രൂവലായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ലാംഗ്വേജിലും വലിയ രീതിയിലുള്ള പിന്നെ എക്സ്പ്രഷനോ അല്ലെങ്കിൽ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ലാംഗ്വേജോ ഒന്നും അല്ല യൂസ് ചെയ്തത്. എങ്ങനെയാണോ സംഭവിച്ചത് അതുപോലെ അങ്ങ് എഴുതി വെച്ചിരിക്കുന്ന പോലെയാണ്. ബിക്കോസ് ഈ ഒരു റൈറ്റർ ഹിംസെൽഫ് എന്ന് പറയുന്നത് തന്നെ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വളർന്ന് ഈ ഒരു ലൈഫൊക്കെ എന്താ പറയുക വിറ്റ്നസ് ചെയ്തൊരു മനുഷ്യനാണ് പേഴ്സണലി. സോ അത് എങ്ങനെയാണോ അയാൾ വിറ്റ്നസ് ചെയ്ത് അത് അതുപോലെ തന്നെ പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇതിനകത്തുനിന്ന് വരാൻ പറ്റിയ ഇത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക.